ഇടുക്കി പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന്റെ പ്രചരണ പരിപാടികളുടെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ഇടുക്കിയിലെത്തിയിരിക്കുന്നു. ഇടുക്കി രാജാക്കാട്ടിലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ സംസാരിക്കുന്നത്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി രഞ്ജിത്ത് ചേരുകയാണ്. രഞ്ജിത്ത്, മുഖ്യമന്ത്രി ജില്ലയിലെ 2 പരിപാടികളിൽ ഇന്ന് പങ്കെടുക്കുമെന്നറിയാൻ കഴിയുന്നത്. രാജാക്കാട്ടിലാണ് ഇപ്പോൾ ആദ്യ പരിപാടിയിൽ പങ്കെടുക്കുന്നത്, തുടർന്ന് ഇപ്പോൾ അതിനുശേഷം കട്ടപ്പനയിൽ പങ്കെടുക്കുന്നത്. ഇപ്പോൾ രാജാക്കാട്ടിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? നിതിൻ, ഇടുക്കി പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ഇടതു സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ പ്രചരണാർത്ഥമാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജില്ലയിലെത്തുന്നത്. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ 3 വേദിയിലായിരുന്നു മുഖ്യമന്ത്രി ഇന്ന് സംസാരിക്കുക. ആദ്യ പരിപാടി കോതമംഗലത്ത് കഴിഞ്ഞു. തുടർന്ന് പിന്നീട് ജില്ലയിലെ ആദ്യ പരിപാടി ഇടുക്കി ജില്ലയിൽ 2 വേദികളിലാണ് മുഖ്യമന്ത്രി സംസാരിക്കുക. ഉടുമ്പൻചോലയിൽ ഉൾപ്പെടുന്ന രാജാക്കാടാണ്. രാജാക്കാട് പരിപാടി മുഖ്യമന്ത്രി 3:30 രാജാക്കാട് എത്തുകയും 4 മണിയോടുകൂടി തന്നെ പരിപാടി ആരംഭിക്കുകയും ചെയ്തു. ഇപ്പോൾ മുഖ്യമന്ത്രി രാജാക്കാട് ബസ് സ്റ്റാൻഡിൽ തയ്യാറാക്കിയിട്ടുള്ള വേദിയിൽ സംസാരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് വിവിധ മേഖലകളിൽ നിന്നും മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കുവാനും വേദിയിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ ഉടുമ്പൻചോല MLA MM മണി, അതുപോലെ തന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ ഉൾപ്പെടെ CPM-ന്റെ മുതിർന്ന നേതാക്കളും അതോടൊപ്പം തന്നെ LDF-ലെ മറ്റ് ഘടകകക്ഷികളിലെ ജില്ലയിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഈ വേദിയിൽ ഇപ്പോൾ ഉണ്ട്. ഇതിനുശേഷം രാജാക്കാട്ടിലെ പരിപാടി കഴിഞ്ഞ ശേഷം അടുത്ത് കട്ടപ്പനയിലാണ് മുഖ്യമന്ത്രി സംസാരിക്കുക. ഇന്ന് വൈകുന്നേരത്തോടെ കട്ടപ്പനയിലെ വേദിയിലും മുഖ്യമന്ത്രി ജോയ്സ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ പരിപാടികളുടെ ഭാഗമായി കട്ടപ്പനയിലും സംസാരിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. നിതിൻ.